വേണ്ടെങ്കിൽ നമുക്കിങ്ങി തന്നാ മതിയായിരുന്നു. നമ്മളെ വളർത്തൂലായിരുന്ന, ഈ വിധം ചെയ്യണമായിരുന്ന, എന്റെ കൊച്ചിനെ കൊല്ലണമായിരുന്ന അവര്. അവളെ അടിച്ചു വന്ന് കെട്ടി തൂക്കിയതാണ് അവര് 3 പേരും കൂടെ. അമ്മുനെ കൊന്നതാണോ, എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. അത്രയും സ്നേഹിച്ച് വളർത്തിയതാണ്. ആ സമയത്ത് എൻ്റെ ചങ്ക് പൊട്ടി പോയി. ഇത് ദേഷ്യപ്പെട്ട് എടുത്തടിച്ചോട് സംസാരിക്കലെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിലൊരു അടി കൊടുത്തായിരുന്നു. പിന്നെ ആരും അറിയാതെയാണ് ഞാൻ വിളിച്ചത്, ആരുടെടുത്തും പറയുകയൊന്നും വേണ്ട, ഇതിനായിട്ട് ഇനി ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ഈ പടവുകളിലൂടെയാണ് അവൾ മരണത്തിലേക്ക് നടന്നു കയറിയത്. ലക്ഷ്മി മാത്രമല്ല, വയറ്റിലൊരു കുഞ്ഞും. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയുവാൻ വേണ്ടി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ മകള് 11 മാസമായി അന്യൊരു ചെറുക്കനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ആ പയ്യൻ ഇതേ കണക്ക് അന്യ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതറിഞ്ഞ് ഞാൻ എൻ്റെ മകളെ പറഞ്ഞ് വിലവ് ചെയ്തിരുന്നു. എൻ്റെ മകളെ പറഞ്ഞ് വിലവ് ചെയ്തിട്ടും ഈ പയ്യനെ ഇഷ്ടപ്പെട്ട് എൻ്റെ മകൾ പോയതിന് ശേഷം കുറച്ച് നാൾ അവർ നല്ല രീതിയിൽ ജീവിച്ചു. അതിനുശേഷം ഇവർ അടിയും വഴക്കും, സഹോദരിമാർ വന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും, ഇതെല്ലാം കോളേജ് കുട്ടികൾ പറയുന്ന സമയത്താണ് ഞങ്ങളിതറിയുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഒരു പെണ്ണുമായിട്ട് അവന് അവിഹിത ബന്ധമുണ്ടെന്നും, മായ എന്ന് പറയുന്ന ഒരു പെണ്ണ് അവൻ്റെ സഹോദരി അവളെ ഉപദ്രവിക്കാൻ ചെന്നെന്നും എല്ലാ കാര്യങ്ങളും പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. അമ്മുനെ കൊന്നതാണോ, എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. അച്ഛനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. നാട്ടുകാരും പറയുന്നത് ഇതാണ്, അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സഹോദരിമാർ തങ്ങളിൽ അന്നേ ദിവസം രാവിലെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പിന്നാലെ അറിഞ്ഞത്. അവൻ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ പെൺപിള്ളേരുമായിട്ട് കറങ്ങി നടത്തി കാര്യങ്ങളുമാണ്. അത് നമുക്ക് നല്ല രീതിയിൽ ഈ കേസ് അവനെ പ്രതി എന്തായാലും ശരി തന്നെയാണ്, അവനെ കൊണ്ടുവന്ന് ന്യായത്തിൻ്റെ മുമ്പിൽ. ഇനി ഒരു പെൺകൊച്ചിനും ഇതേ കണക്ക് സംഭവിക്കല്. ഈ 11 മാസമായിട്ട് വീട്ടുകാരുമായിട്ട് ലക്ഷ്മിക്ക് ബന്ധങ്ങളില്ലായിരുന്നു. പുറത്തു വെച്ച് കണ്ടാൽ പോലും, പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഭർത്താവ് കിരൺ അവൻ അവളെ ഉപദ്രവിക്കും. അച്ഛൻ്റെ അമ്മയുടെ അടുത്തും വിളിക്കരുത് എന്ന് പറഞ്ഞ് കൊച്ചിനൊരു ഫോൺ പോലും കൊടുത്തിട്ടില്ല. ലക്ഷ്മി വിളിക്കാനോ അല്ലെങ്കിൽ കാണാനോ ശ്രമിച്ചിട്ടുണ്ടോ? ലക്ഷ്മിക്ക് വിളിക്കാൻ ഒരു ഫോൺ പോലും കൊടുത്തിട്ടില്ല. ലക്ഷ്മി വിളിച്ചു എന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉപദ്രവിക്കും. ഇളയ പെങ്ങൾ ഡെയിലി വരും, ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ കയറി വരും. വന്നിട്ട് അവിടെ നിരന്തരം പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. അതിനെ ചൊല്ലി വഴക്കും പ്രശ്നങ്ങളുമാണ്. ഈ അന്നേ ദിവസം ഇവർ തങ്ങളിൽ അടികൂടി. ഈ കൊച്ചിന് അടി കൊണ്ട് മരിച്ച് എടുത്ത് കെട്ടിത്തൂക്കിയതാണ് അല്ല എന്ന് നമ്മൾ പറയാൻ പറ്റൂ. അത്രയും സ്നേഹിച്ച് വളർത്തിയതാണ്. ആ സമയത്ത് എൻ്റെ ചങ്ക് പൊട്ടി പോയി. മാനസിക പീഡനം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുമുണ്ട്, അവൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ഭാഗത്തുനിന്നുമുണ്ട്. അവന് അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ട്. എനിക്ക് അവിടെ ഒറ്റൊരു കടയുണ്ടായിരുന്നു. കട തുടങ്ങിയതിന് ശേഷം ഇവള് എൻ്റെ കൂടെ കടയിൽ സഹായിക്കാൻ വരുമായിരുന്നു. എൻ്റെ മോള്, ഈ ഇളയ സഹോദരി, ഇവൻ്റെ ഈ പയ്യൻ്റെ ഇളയ സഹോദരി വന്ന് എൻ്റെ അടുത്ത് കല്യാണം ആലോചിച്ച് എന്ന് പറയുന്നത് 17 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് അവരൊക്കെ ഒന്നും കൊടുക്കണ്ട, നമുക്ക് പെണ്ണ് മാത്രം തന്നാൽ മതി. എൻ്റെ മരുമോൻ വന്ന് അന്വേഷിച്ചപ്പോൾ യവൻ 2 മക്കളുള്ള ഒരു വീട്ടിൽ പോകും. അപ്പം നമ്മൾ തിരക്കിയപ്പോൾ കുറച്ച് പേര് നല്ലതെന്ന് പറഞ്ഞ് കുറച്ച് പേര് അടിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ സഹോദരി തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അവളാണ് മെയിനായിട്ട് ഈ കല്യാണം നടത്തി കൊടുക്കണം ചേച്ചി, നമ്മളവളെ പഠിപ്പിക്കാൻ വിടാം, പിന്നെ ജോലി മേടിച്ചു കൊടുക്കാം എല്ലാം പറഞ്ഞ് എൻ്റെ മോളെ ബ്രെയിൻ വാഷ് ചെയ്ത് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോയി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പറഞ്ഞതുള്ളത് തന്നെയാണ്, നമുക്കിങ്ങനെ ഒരു മോളില്ല, ഞാൻ ചത്താൽ പോലും കയറരുതെന്ന് ഞാൻ പറഞ്ഞു. തന്തയും പറഞ്ഞു, ഞാനും പറഞ്ഞു. ഇല്ല, ഈ ഇന്നലെയാണ് സാറേ നമ്മൾ അറിയുന്നത് അവൾ ഇങ്ങനെയുള്ള 1.5 മാസം ഗർഭിണിയാണെന്ന് നമ്മൾ ഇന്നലെയാണ് അറിയുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തിനാണ് അറിയിച്ചില്ല. ഇല്ല, നമ്മളെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല സാറേ. ഞാൻ പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ സംഭവിച്ചത് എൻ്റെ മോള് ചെയ്യൂല. എൻ്റെ മോള് ആ തിരുവനന്തപുരത്ത് കിടക്കുന്ന നാത്തു അവളെ വന്ന് നിരന്തരം ഈ കല്യാണം ആലോചിച്ച
നാത്തൂൻ വന്നവളെ നിരന്തരം ഉപദ്രവിക്കും. എൻ്റെ മോളെ 2 നാത്തൂന്മാരും കൂടെ ചേർന്ന് അവളെ ഉപദ്രവിക്കും. എന്നിട്ട് 4-4:30 മണിക്ക് അന്ന് ഇവരെല്ലാവരും ചോറ് തിന്നിട്ട് കിടക്കുന്നു സാറേ. എൻ്റെ മോള് കിണറ്റി കിടക്കുന്ന പച്ചവെള്ളവും കോരി കുടിച്ചും കൊണ്ട് ഇവള് 2ാമത്തെ നിലയിൽ കയറി കതപടച്ചതാണ്. ഒരിത്തിരിയെങ്കിലും മനസാക്ഷിയുള്ളവർ തള്ളയായാലും സഹോദരിയായാലും ചെന്ന് അവർ വാതിൽ തട്ടൂലേ അവർ പ്രസവിച്ചവരാണെന്നുണ്ടെങ്കിൽ അവളടുത്ത് അബോർഷൻ ചെയ്യാൻ പറഞ്ഞെന്നാണ് ഇപ്പം അവർ പറയുന്നത്. ഇവളങ്ങോട്ട് പറഞ്ഞെന്നുള്ളതാണ് അവർ പറയുന്നത്. അതല്ല സംഭവം. ഇവന് കടമുണ്ട്, പിന്നെ അതുകൊണ്ട് ഇപ്പം പ്രസവിക്കാൻ പറ്റൂല, എനിക്ക് പ്രസവിച്ചവരെ നോക്കാൻ പറ്റൂല, ഇപ്പം ഇത് വേണ്ട, അബോർട്ട് ചെയ്ത് കളയാൻ പറഞ്ഞെന്ന് സഹോദരിമാരും പറഞ്ഞ്, അമ്മയും പറഞ്ഞ്, ഇവനും പറഞ്ഞ്. അവളത് സമ്മതിക്കൂല. ഇവളിങ്ങനെ ഗർഭിണിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ കാർഡ് മേടിച്ചിട്ട് കൊടുക്കാൻ ഒരു 50 രൂപ പോലും അവൻ കൊടുത്തില്ല. കൂട്ടുകാരാണ് അവൾക്ക് സഹായിച്ച് അവളിങ്ങനെ ആണെന്ന് കാർഡ് മേടിച്ചിട്ട് നോക്കിയത്. പിന്നെ അതേപോലെ തന്നെ വണ്ടിക്കൂലി കൊടുക്കൂല. പഠിക്കാൻ പോണത് അവള് ആമ്പിള്ളരെ കാണാൻ പോണതാണെന്ന് ഈ ഇളയ സഹോദരിയും മൂത്ത സഹോദരിയും പറയും. അത് ചേർന്ന് ഇവർ 3 പേരും കൂടെ ചേർന്നാണ് അവിടെ അന്നത്തെ ദിവസവും അവൾ അവിടെ അടിയ നടന്ന്. വേണ്ടെങ്കിൽ നമുക്കിങ്ങി തന്നാ മതിയായിരുന്നു, നമ്മളെ വളർത്തൂലായിരുന്ന, ഈ വിധം ചെയ്യണമായിരുന്ന, എൻ്റെ കൊച്ചിനെ കൊല്ലണമായിരുന്ന. അവരും പ്രസവിച്ചവരല്ലേ. ഞാൻ 2 മക്കളെ നാത്തുങ്ങൾക്ക് കൊടുക്കാതെ ഞാൻ വളർത്തി. ഈ 17 വയസ്സ് വരെ ഞാൻ വളർത്തി. അവരെ ഒരു ജോലിക്ക് പോലും ഞാൻ വിട്ടിട്ടില്ല. നമ്മൾ 2 പേരും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എൻ്റെ പൊന്നും. അവൾ ഒരിക്കലും ചെയ്യൂല. ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. അവളെ അടിച്ചു വന്ന് കെട്ടി തൂക്കിയതാണ് 3 പേരും കൂടെ. ലക്ഷ്മിയുടെ ചേട്ടത്തിന്റെ ഭർത്താവ്. താങ്കൾ ഈ ലക്ഷ്മിയുടെ കല്യാണത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങളൊക്കെ ഒരു വിധത്തിൽ എതിർപ്പായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ ഇവിടെ മണമ്പൂര് വന്ന് അവിടെ പയ്യന്മാരുണ്ട്, കമ്പനിക്കാർ പിള്ളേരുണ്ട്, അല്ലാതെ ഉള്ള നമ്മളെ സുഹൃത്തുക്കളുണ്ട്, നമ്മളെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഇവനെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നും അല്ല പറഞ്ഞത്. നല്ല അഭിപ്രായം അല്ലെന്ന് പറഞ്ഞാൽ ഇവൻ തീരെ മോശപ്പെട്ട ഒരു കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. തീരെ അതപ്പതിച്ച കാര്യങ്ങൾ. അതായത് ഒരു പെണ്ണുമായിട്ട് ഇവനൊരു കമ്പനിയുണ്ട്. അത് പെണ്ണെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ് അവളെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അവളെ പേര് തന്നെയാണ് അവിടെ നാട്ടിൽ എല്ലാവരും പറയുന്നത്. അവിടെ ആയാലും അവനെക്കുറിച്ച് അറിയാവുന്നവരെല്ലാവരും പറഞ്ഞിങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ. ഇത് മെയിനായിട്ടുള്ള കാര്യം ഇന്നിപ്പോൾ ഞാൻ അറിഞ്ഞെടുത്തോളം അവളെ കൂട്ടുകാരികൾ, അതായത് സ്കൂളിൽ പഠിച്ച ഒരു കൊച്ച്, ആ കൊച്ച് ഇന്നലെ ഇവിടെ വന്നിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഞാൻ വിളിച്ച ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ആ കുട്ടിയും പറയുന്നത് തന്നെ ഈ റിലേഷനെ കുറിച്ചുള്ള കാര്യമാണ്. അതിനെ ചൊല്ലി ഒരുപാട് വീട്ടിൽ വഴക്ക്, അവളെ അടിക്ക്, അത് പിന്നെ അവളെ വെറുതെ ഈ പറഞ്ഞ റിലേഷനുള്ള പെണ്ണിൻ്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിന് എവള് വിഷ് ചെയ്യണം. ഇതൊക്കെയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. കൂടുതൽ ആ കുട്ടിക്ക് അവിടെ നിരന്തരം ഭീഷണിയും കാര്യങ്ങളും തന്നെയാണ്. പീഡനം മെയിനായിട്ടുള്ളത് പീഡനം. അതായത് ഇവൻ്റെ സഹോദരിമാർ വന്നു കഴിഞ്ഞാൽ അന്നെല്ലാം അവിടെ വഴക്കും പ്രശ്നമാണ്. ലക്ഷ്മിയായിട്ട് വഴക്ക് കൂടും. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയുടെ മരണത്തിൽ താങ്കൾ ആരോപണ വിധേയനാണ്. അതവരെ വീട്ടുകാർ പല ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താണ് സത്യാവസ്ഥ? അവരുടെ വീട്ടുകാർ പറയുന്നതൊന്നും സത്യാവസ്ഥയൊന്നുമല്ല. അത് ഞാനും അവളായിട്ട് നല്ല സ്നേഹത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവരൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചെറിയൊരു പ്രശ്നങ്ങൾ വരും, അത് നമ്മളെല്ലാം ഉണ്ടെങ്കിൽ ഞാനോട് പറഞ്ഞ് സോൾവ് ചെയ്തതാണ്. എനിക്കിതിന് മുമ്പ് അറേഞ്ച്ഡായിട്ട് വന്നതാണ് ഈ ആലോചന. പിന്നെ എന്തിനാണ് ഈ ഒളിച്ചോട്ടം എന്നൊരു സംവിധാനത്തിലേക്ക് മലക്കരക്കടയിൽ പോകുമ്പോഴിരുന്ന്. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചായിരുന്നു. അവരാ മൂത്ത മോളെ വളയേൻ്റെ അടുത്ത് പണയം വെച്ചേക്കുന്നു, അത് എടുത്ത് കൊടുത്തില്ലെങ്കിൽ മോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. അവരുടെ അടുത്ത് എന്നിട്ട് പൈസ അറേഞ്ച് ചെയ്ത് തരണം, അത് എടുത്ത് കൊടുത്താൽ പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ എടുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അവർ ആദ്യമൊക്കെ കുറേശ്ശൊക്കെ തന്നായിരുന്നു. അതായത് റോളിൻ്റെ കണക്കിന് ഒത്തിരി പൈസയൊക്കെ തന്നു. പിന്നെ അവർ തരാതെ അപ്പോഴത്തേക്ക് അവിടെ നിന്ന് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞാൽ പൈസ ക്ലോസ് ചെയ്യാൻ പറ അവരെടുത്ത്. അപ്പോൾ എന്നെ വിളിച്ച് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോഴേ ഞാൻ കടയിൽ വന്ന് പറഞ്ഞു, ഈ പൈസ വേണം, അവർ വിളിച്ച് ചോദിക്കുന്നു, പെട്ടെന്ന് തരണേന്ന് പറഞ്ഞു. നാളെ മറ്റന്നാൾ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ വീട്ടിൽ വിളിച്ച് പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു കല്യാണം നടക്കത്തില്ല, അത് മരണപ്പെടുത്തുവാണ്. വീട്ടുകാർ അതിപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്നെന്താന്ന് ചോദിച്ചു. അല്ല മരണപ്പെടുത്തുവാൻ നടക്കൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മരണപ്പെടുത്തുമെങ്കിൽ ശരി ആയിക്കോട്ടെ,
അങ്ങനെ ഇരിക്കട്ടെ, ഇനി പൈസ നാളെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൈസ കൊടുക്കുന്ന സമയത്ത് കൊച്ചെന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യം പറഞ്ഞായിരുന്നു. അവിടുത്തെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ കൊടുക്കല്ലെന്നാണ് പറഞ്ഞത്. പൈസ കൊടുത്ത അമ്മ തിരിച്ചു തരത്തില്ല, ഇതിനൊക്കെ പലരും പൈസ മേടിച്ചിട്ടുണ്ട്, തിരിച്ച് കൊടുക്കത്തില്ല, പിന്നെ അത് ഭയങ്കര പ്രശ്നം, ലാസ്റ്റിനെ ആവുള്ളൂ എന്നുള്ള എൻ്റെ നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ പൈസയുടെ കേസിലാണ് ഈ ആലോചന മുടങ്ങുന്നത്. അപ്പോൾ ഒരു വാശിപൂർവ്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കുട്ടിയെ വിളിച്ചിറക്കൊണ്ട് പോയത്? അല്ല, അവൾക്ക് നമ്മൾ പറഞ്ഞു നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെന്നപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഞാൻ ചേട്ടനോട് കിട്ടുമെങ്കിൽ ഞാൻ ചേട്ടനെ കിട്ടോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ സ്നേഹിച്ച് അവളെ ഒരു ദിവസം രാത്രി എന്നെ വിളിക്കുന്നു. ചേട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ നിൽക്കുകയാണ്. ഞാൻ പിന്നെ കാര്യം എന്ത്? അത് എന്നെ ചേട്ടൻ്റെ പേരും പറഞ്ഞ് ഇവിടെ ടോർച്ചർ ചെയ്യുന്നു, ചേച്ചിയൊക്കെ എടുത്തിട്ട് അടിച്ച്, എന്നെ ഒരുപാട് എടുത്തിട്ട് അടിച്ച് ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ശരി, എങ്കിൽ നീ ഇറങ്ങി വരുന്നെങ്കിൽ വാന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയി എഴുതി ഒപ്പിട്ടു? പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചായിരുന്നു. നമ്മളിവിടെ പോയി രജിസ്റ്റർ ചെയ്തിട്ട് നേരെ അവിടെ ചെന്ന് എഴുതി ഒപ്പിട്ട് അവിടെ വെച്ച് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഒരു ബന്ധവും വേണ്ട, ഇങ്ങോട്ടൊരു ബന്ധവും വേണ്ടെന്ന് എഴുതി ഒപ്പിട്ടു. മദ്യപിച്ചിട്ട് വന്നിട്ട് കുട്ടിയെ അടിക്കുമായിരുന്നൊക്കെ ഉള്ളൊരു ആരോപണം ഉണ്ട്. മദ്യപിക്ക് ഞാൻ കഴിക്കും എന്നും പറഞ്ഞ് മദ്യപിച്ചിട്ട് വന്നിട്ട് എടുത്തിട്ട് അടിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അടിക്കുന്ന ഇതിനിടയ്ക്ക് ലക്ഷ്മി ഒരു ഇങ്ങനെ കണ്ടുവന്ന് അടിച്ച സമയത്ത് വീട്ടിൽ നിന്ന് വേറൊരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് എന്തോ ഒരു അവരെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ തിരിച്ചു കണ്ട് കൊണ്ടാക്കുകയൊക്കെ ചെയ്തു. അത് ഞാൻ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എൻ്റെ അടുത്ത് റോങ് ആയിട്ടൊന്ന് സംസാരിച്ച് ഇത് ദേഷ്യപ്പെട്ട് എടുത്തടിച്ചോട് സംസാരിക്കുന്നത്, എടുത്തടിച്ച് സംസാരിക്കലെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിലൊരു അടി കൊടുത്തായിരുന്നു. ഒരു അടി കൊടുത്ത് എഴുന്നേറ്റിട്ട് അവിടെ ഇങ്ങനെ എഴുന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു അടി കൊടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഒന്നും മിണ്ടിയില്ല അവൾ. പിന്നെ ഒന്നും മിണ്ടാതെ രാവിലെ കോളേജിൽ പോകണമെന്ന് പറഞ്ഞിറങ്ങി, ഫോണും ഉണ്ട് അവളുടെ കയ്യിൽ. കോളേജിൽ പോകണമെന്ന് പറഞ്ഞിറങ്ങിയിട്ട് അവളങ്ങ് പോയി. സാധാരണ കോളേജിൽ എത്തി എന്നെ വിളിച്ച് പറയാം, ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നതാണ്. എന്നെ വിളിച്ചില്ലായിരുന്നു. വിളിക്കാതിരുന്നപ്പോൾ ഒരു കൂട്ടുകാരി ഞാൻ വിളിച്ചാൽ ചോദിച്ചു അങ്ങ് എത്തിയാണ്. അപ്പോൾ പറഞ്ഞ് ഇതുവരെയ്ക്കും വന്നില്ലെന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ അറിയുന്ന അവിടെ ഒരു കൂട്ടുകാരി വീട്ടിരിക്കുകയാണ്. അത് ഞെക്കാട് സ്കൂളിൽ പഠിച്ച കൂട്ടുകാരി വീട്ടിലാണെന്ന് പറഞ്ഞു. അന്ന് അവർ അടി കൊടുത്തന്നെ, പിന്നെ എല്ലാം അടിച്ചിട്ടൊന്നുമില്ല. അല്ല അടി അങ്ങനെയൊന്നും പറയുന്ന ഒന്നുമില്ലായിരുന്നു. പഠിക്കാനൊക്കെ പഠിക്കുകയായിരുന്നു? പഠിക്കാനൊക്കെ പഠിക്കുന്നു. തുടർന്ന് പഠിപ്പിക്കാനും നിങ്ങൾ തയ്യാറായിരുന്നു? തുടർന്ന് പഠിപ്പിക്കാനും പറഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് വിടാമെന്നും പറഞ്ഞായിരുന്നു. പക്ഷേ ഇടയ്ക്ക് പഠിത്തം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത് എന്ത് കാര്യത്തിലാണ്? നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ പറഞ്ഞത് റെസ്റ്റ് എടുക്കണം, വണ്ടി യാത്ര ചെയ്തുകൂടാ എന്ന് പറഞ്ഞപ്പോൾ റെസ്റ്റ് എടുക്കണം, അതായത് എക്സാം ആയപ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു അതെന്ത്, ഞാൻ പറഞ്ഞ വണ്ടി യാത്ര ചെയ്ത് അവിടെ തോന്നെ ഇവിടെയാണ് സായിഗ്രാമമാണ്, അത്ര ലോങ് കിടക്കുന്നത്, ഇവിടെ നിന്ന് 2 ദിവസമായി കയറിയാണ് പോകാനുള്ളത്. ലക്ഷ്മിയുടെ ഞാൻ ചോദിച്ചു ഇതിന് മുമ്പ് ഇതിൻ്റെ വീട്ടായിട്ട് സഹകരിക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സഹകരിക്കേണ്ടത്, അന്നേ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ല സഹകരിക്കും. ഉറപ്പായിട്ടും പറഞ്ഞു? ഉറപ്പായിട്ടും പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന സമയത്തിൽ എങ്ങനെയാണ് പറയുന്നത്, സഹകരിക്കണമെന്ന് പറയാൻ പറഞ്ഞു. ഗർഭിണിയാണോ എന്ന് അറിയാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കാർഡ് വാങ്ങിക്കാൻ പൈസ ചോദിച്ചപ്പോൾ നിങ്ങൾ കൊടുത്തില്ല എന്നും അത് കോളേജിലെ സഹപാഠികളാണ്, കൂടെയുള്ള സുഹൃത്തുക്കളാണ് ആ പൈസ കൊടുത്തതെന്നുമാണ്. അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ? അവിടെ ഒരു ദിവസം ഇവിടെ കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പൈസ കൊടുത്തായിരുന്നു. കാർഡ് മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടായിരുന്നു, പൈസ കൊടുത്തു വിട്ടായിരുന്നു. തിരിച്ചെന്നപ്പോൾ ചോദിക്കുകയും ചെയ്തു കാർഡ് മേടിച്ചാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല മേടിച്ചില്ല, കുഴപ്പമില്ലെന്ന്, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. കാർഡ് മേടിച്ചിട്ട് പരിശോധന നടത്തിയായിട്ടൊരു അറിവില്ല? ഇല്ല, എനിക്ക് അറിവില്ല. ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിയുന്നത്. ഈ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നൊന്നും സാമ്പത്തികമായിട്ടൊന്നും കിട്ടിയില്ല എന്നൊരു പരിഭവമോ പരാതിയോ ഒക്കെ ലക്ഷ്മിയോട്? അവളെ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിൻ്റെ കഴുത്തിലും കയ്യിലും കിടക്കുന്ന എല്ലാം ഊരി വെച്ചിട്ടാണ് വരാൻ പറഞ്ഞത്. അവരൊരു മുതലിനായിട്ട് കൊണ്ടുവരില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്, സ്വർണ്ണം ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അല്ല ഊരി വെച്ചിട്ട് തന്നെ വന്നത്. ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി നിങ്ങൾ തിരികെ വരുമ്പോഴത്തേക്ക് ഒരു പിടി ചരടിൽ ഇങ്ങനെ ജീവനറ്റ് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ വയറിൽ പേറിയൊരു ജീവിതം ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തെങ്കിലും സംശയാസ്പദമായി കാണേണ്ടതല്ലേ? കാരണം അറിയാം എന്താണ് കാരണം എന്നുള്ള, അങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ വയ്യ. അവർക്കവിടെ വേറെ ടോർച്ചറിങ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ ലക്ഷ്മിയെ ഒരു രാത്രിയിൽ സഹോദരൻ കിരണ് സ്നേഹിച്ചിട്ട് ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. ആ സ്നേഹം നിങ്ങൾ പിന്നീട് കൊടുത്തിട്ടുണ്ടോ ഈ ലക്ഷ്മിക്കും? എനിക്കിഷ്ടമായിരുന്നു, ഞാൻ സ്നേഹം കൊടുത്തിട്ടുമുണ്ട്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു. കാര്യം എനിക്ക് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പോയി ചോദിച്ചത്. ഞാനും എൻ്റെ ഭർത്താവുമാണ് പോയി ചോദിക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞ് സഹോദരനും ലക്ഷ്മിയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങളും അതിനൊപ്പം അവരടുത്ത് നല്ല സ്നേഹമൊക്കെ നല്ല ചോദിച്ചു. പിന്നെ എന്താണ് ലക്ഷ്മിക്ക് ഈ വീട്ടിലൊരു കുറവ് സംഭവിച്ചത്, അല്ലെങ്കിൽ ലക്ഷ്മി ഇത്തരത്തിലേക്കൊരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം? ഈ വീട്ടിൽ ഒരു കുറവുമില്ല അവൾ ഈ വീട്ടിൽ അവൾക്ക് എന്തോ സ്വാതന്ത്ര്യമായിട്ട് തന്നെ ഇവിടെ ഉള്ളവർ നോക്കിയിട്ടുള്ളത്. ഞാൻ വരുന്നത് വല്ലപ്പോഴാണ് വരുന്നത്. അവൾ ഇപ്പോഴും പറഞ്ഞ് എനിക്ക് വീട്ടുകാരായിട്ട് ഒരു ഇതും വേണ്ട എന്നാണ് അവൾ പറയുന്നത്.
അവരായിട്ട് ഒന്നും വേണ്ട. എന്ന് വെച്ചാൽ അവൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് കാര്യം. അവരെപ്പോഴും അടിയാണ്, അവരെ അമ്മ എപ്പോഴും അതിനായിട്ട് എപ്പോഴും ഈ ഒരു വഴക്കാണ്. കാര്യം ഞാൻ തന്നെ സ്വയം അവിടെ അച്ഛനോ അമ്മ എന്തൊക്കെ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ സ്വയം അവിടെ തലയൊക്കെ ഭിത്തിയിലടിക്കുകയെ പിന്നെ എന്തോ ഇത് അവിടെ വെച്ച് തന്നെ ഞരമ്പ് എന്തോ ഇങ്ങനെയൊക്കെ ആക്കി. ഞങ്ങൾ വെച്ച് ചുമ്മാ ഇരിക്കുമെന്നാണ് വിചാരിച്ചത്. അമ്മയായിട്ട് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ? ഇല്ല അങ്ങനെ ഇല്ല. കാര്യം അവര് രണ്ടുപേരുമാണ്. ഇവര് ഇല്ല മോള് പഠിക്കാൻ മദ്യപിച്ചിട്ട് വന്ന് മർദ്ദിച്ചതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ നിരന്തരമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ചേച്ചി പിന്നെ ഇല്ല എന്നോട് അങ്ങനെ ഒന്നും അറിഞ്ഞിട്ടുണ്ടോ? വല്ലപ്പോഴും വല്ല എന്നാ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നിരുന്നു ഒരാഴ്ച. എന്തായിരുന്നു അത്? വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എന്നെ അറിയാമോ എന്ന് ചോദിച്ചു ആദ്യം. അപ്പം ഞാൻ പറഞ്ഞ് ആരെന്ന് ചോദിച്ചു. ഞാൻ ലീനയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മുവിൻ്റെ അമ്മയാണെന്നൊരു ഓർമ്മയില്ല. അപ്പം ഞാൻ ചോദിച്ചു ലീന ആര്? അത് ഞാൻ അമ്മുവിൻ്റെ അമ്മയാണ്, ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. പിന്നെ ആരും അറിയാതെയാണ് ഞാൻ വിളിച്ചത്, ആരുടെടുത്തും പറയുകയൊന്നും വേണ്ട, ഇതിനായിട്ട് ഇനി ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത്? റേഷൻ കാർഡിൻ്റെ കാര്യം പറയാനാണ്, പഞ്ച് ചെയ്യാൻ. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അത് ഞാൻ ബുക്കിൽ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു, അതിൽ നോക്കിയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ഇവിടെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ചോദിച്ചാൽ ചേച്ചി നമ്പർ എങ്ങനെ കിട്ടി, അവർക്ക് കിട്ടിയെന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നിന്നപ്പോൾ തന്നെ അങ്ങോട്ട് അവരെ വിളിച്ചത്. ചേച്ചിയുടെ ഫോണിലോട്ട് നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേ അവർ മറുപടി പറയാനും നിന്നില്ല, അപ്പോഴേ ഫോണങ്ങ് കട്ട് ചെയ്തു. പിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അന്ന് തൊട്ടേ ഞാൻ പറഞ്ഞു എൻ്റെ മോളെ പോലെയാണ് നീ, അതേപോലെ തന്നെ ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യത്തിന് ഞാൻ അവിടുത്തെ പരാതിയോ അല്ലെങ്കിൽ നീ ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഞാൻ അവിടുത്തെ വഴക്ക ഒന്നും ഇതുവരെ ഒരു വഴക്ക ഞാൻ അങ്ങനെ അവളെ കൊണ്ട് വെക്കുന്നത് അവൾ വന്ന് ചെയ്യുന്നുണ്ട്. ഇവക്ക് പെട്ടെന്ന് എന്ത് ഇങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മളായിട്ടൊന്നും പ്രശ്നം, അവനുമായിട്ടൊരു പ്രശ്നമില്ല. ഈ ഒരു അടി കൊടുത്തത് തന്നെ അത് മാസങ്ങൾക്ക് മുന്നെയാണ്. അതിനുശേഷം അവൻ കൈകൊണ്ട് പോലും ഒരു അടി പോലും കൊടുത്തിട്ടില്ല. ഇപ്പം നമുക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല, നടന്ന കാര്യമാണ്. അത് ദൈവത്തിനും അറിയാം, അമ്മുവിനും അറിയാം.